ജോസഫ് സിറിൽ ബാംഫോർഡ് എന്ന ഒരു യുവ എഞ്ചിനീയർ 1945 രൂപകൽപ്പന ചെയ്ത യന്ത്രമാണ് JCB. സാമ്രാജ്യത്വ ഭീകര യുദ്ധങ്ങളിൽ തകർക്കപ്പെട്ട കെട്ടിടങ്ങളെയും നാഗരികതകളുടെ അവശിഷ്ടങ്ങളെയും മൺകൂനകളിൽ നിന്ന് മാന്തിയെടുക്കാൻ ഇത് ഉപകാരപ്രദമായി. എന്നാൽ ഇത് പിന്നീട് സ്വേച്ഛാ ഭരണകൂടങ്ങളുടെ രാഷ്ട്രീയ ആയുധമായി. ഏറ്റവും ഭീകരമായി യന്ത്രനീതി പ്രയോഗിച്ചത് സയണിസ്റ്റുകളാണ്. പലസ്തീൻ വിമോചന പോരാട്ടത്തെ തകർക്കാൻ ബുൾഡോസറുകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. നിയമവാഴ്ചയുടെയും നീതിബോധത്തിന്റെയും ജനാധിപത്യ ജീവിതത്തിന്റെയും സകല ധാരണകളെയും അട്ടിമറിച്ചുകൊണ്ട് സംഘപരിവാർ സർക്കാരുകൾ ഇന്ത്യയിൽ ബുൾഡോസർ രാജ് നടപ്പാക്കാൻ തുടങ്ങിയത് 2014 മുതലാണ്. കുറ്റവാളികളെന്ന് ഭരണകൂടം വിധിക്കുന്നവരുടെ വീടുകൾ ഇടിച്ചു നിർത്തുകയെന്നത് നിയമത്തിന്റെ വ്യാജ സാധൂകരണത്തിനായി നടത്തുന്ന ആക്രമണമാണ്. ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ ഹിംസാത്മകമായ ജനാധിപത്യ വിരുദ്ധ സ്വഭാവം ജനങ്ങൾക്കുമേൽ പരീക്ഷിക്കുന്ന പരിപാടിയാണിത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബുൾഡോസർ രാജ് ഒരു സ്വാഭാവിക പ്രക്രിയയായി മാറിയിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ പ്രതിപുരുഷൻ എന്ന് വാഴ്ത്തപ്പെടുന്ന ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ന്യൂനപക്ഷ ദളിത് നിഷ്കാസനത്തിന് ഒറ്റമൂലിയാണ് ഇപ്പോൾ ബുൾഡോസർ രാജ്. സംഘപരിവാർ നടത്തുന്ന നിയമവിരുദ്ധമായ കൂട്ട ഇടിച്ചു നിരത്തലുകളെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം അപലപിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ന്യൂനപക്ഷ വിരുദ്ധതയിൽ സംഘപരിവാറിനെ തോൽപ്പിക്കുന്ന കോൺഗ്രസ് ഭരണകൂടത്തിന്റെ ഇടിച്ചു നിരത്തൽ വാർത്തകളിൽ നിറയുന്നത്. സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കർണാടക സർക്കാർ ബംഗളൂരുവിൽ 300ഓളം വീടുകളാണ് JCBകൾ ഉപയോഗിച്ച് തകർത്തത്. ഇടിച്ചു നിരത്തലിനെ അപലപിച്ചവരെ പരിഹസിക്കുകയും കാട്ടുനീതിയെ ന്യായീകരിക്കുകയും ചെയ്യുകയാണ് PCC അധ്യക്ഷൻ കൂടിയായ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും മുഖ്യമന്ത്രിയും എന്ന ജീർണത കൂടിയുണ്ട്. ഇക്കഴിഞ്ഞ 22-ന് പുലർച്ചെ 4 മണിക്കാണ് കോഗിലു ഗ്രാമത്തിലെ ഫക്കീർ കോളനി, വസീം ലേഔട്ട് എന്നിവിടങ്ങളിൽ ഒഴിപ്പിക്കൽ നടന്നത്. ബംഗളൂരു സോളിസ് വേസ്റ്റ് മാനേജ്മെന്റ് ലിമിറ്റഡ് ആണ് JCBകളും 100 കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെയും ഉപയോഗിച്ച് വീടുകൾ തകർത്തത്. സർക്കാർ ഭൂമിയിലെ അനധികൃത നിർമ്മാണങ്ങളാണ് പൊളിച്ചതെന്ന് അധികൃതർ അവകാശപ്പെടുന്നു. എന്നാൽ തങ്ങൾക്ക് മുൻകൂട്ടി നോട്ടീസ് നൽകിയിട്ടില്ലെന്നും ബലപ്രയോഗത്തിലൂടെയാണ് ഒഴിപ്പിച്ചതെന്നും താമസക്കാർ പരാതിപ്പെട്ടു. 300ഓളം വീടുകൾ ഇല്ലാതായതോടെ 1000-ലേറെ പേരാണ് തെരുവിൽ കഴിയുന്നത്. സംഭവം ദേശീയ തലത്തിൽ വിവാദമായതോടെ സംസ്ഥാന കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് AICC വിശദീകരണം തേടിയിരുന്നു. ഇതോടെ പുനരധിവാസം എന്ന ഒറ്റമൂലിയുമായി സിദ്ധരാമയ്യ കുടിയൊഴിപ്പിക്കപ്പെട്ടവരുമായി ചർച്ച നടത്താൻ നിർബന്ധിതനായി. രാജീവ് ഗാന്ധി ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം ബൈപ്പനഹള്ളിയിൽ നിർമ്മിച്ച ഫ്ളാറ്റുകളിലേക്കാണ് ഇരകളെ തൽക്കാലം മാറ്റുന്നത്. കൊടും തണുപ്പിൽ കുഞ്ഞുങ്ങളും വൃദ്ധരും ഉൾപ്പെടെയുള്ളവർക്ക് ഒറ്റ രാത്രി കൊണ്ട് തലചായ്ക്കാൻ ഇടമില്ലാതാക്കിയ ശേഷം പകരം സംവിധാനത്തെക്കുറിച്ച് ചർച്ച നടത്തുന്നതിലെ അപഹാസ്യത കോൺഗ്രസ് നേതൃത്വത്തിന് പോരായ്മയായി തോന്നുന്നില്ല. മാത്രമല്ല, മനുഷ്യത്വ വിരുദ്ധ നടപടിയെ അപലപിച്ച കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ അപമാനിക്കാനും കർണാടക കോൺഗ്രസ് നേതൃത്വത്തിന് മടിയുണ്ടായില്ല. പിണറായി കേരളത്തിലെ കാര്യം നോക്കിയാൽ മതിയെന്ന വില കുറഞ്ഞ പ്രതികരണമാണ് ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിൽ നിന്നുണ്ടായത്. ബുൾഡോസർ നീതിയെ വെള്ളപൂശുന്ന നിലപാടാണ് കേരളത്തിലെ UDF നേതൃത്വത്തിൽ നിന്നുണ്ടായത്. UPയിൽ ബുൾഡോസർ വന്ന് ഇടിച്ചിട്ടിട്ട് തെരുവിലേക്ക് ഇറങ്ങി തെണ്ടിക്കോളാൻ പറയുകയാണ്. കർണാടകയിൽ അങ്ങനെയല്ല. അവർക്ക് പുനരധിവാസം ഉറപ്പുവരുത്തുമെന്ന് സർക്കാർ ഞങ്ങൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നാണ് മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയുടെ വെളുപ്പിക്കൽ. കർണാടകത്തിൽ സംഭവിക്കുന്നത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമെന്ന് പറഞ്ഞെങ്കിലും ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും കർണാടക സർക്കാരിനെ കുറ്റപ്പെടുത്തിയില്ല. മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ യലഹങ്കയിലെ പാവങ്ങളുടെ കണ്ണീരിനെ ഇങ്ങനെ അവമതിക്കുന്നത് തികഞ്ഞ ജനാധിപത്യ വിരുദ്ധതയാണ്. ഭരണകൂടം നേരിട്ട് നീതി നടപ്പാക്കുന്ന ഫാസിസ വാഴ്ച നടത്തുന്നത് കോൺഗ്രസ് ആയാലും BJP ആയാലും ഒന്നുപോലെ മനുഷ്യത്വ വിരുദ്ധമാണ്. പാർപ്പിടത്തിനുള്ള അവകാശം ഭരണഘടനാനുച്ഛേദം 21-ന്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് സുപ്രീം കോടതി അസന്ദിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഏപ്രിൽ UPയിലെ പ്രയാഗ്രാജിൽ വീടുകൾ ഇടിച്ചു നിർത്തിയ സംഭവം മനസാക്ഷിയെ പിടിച്ചുലച്ചു എന്നാണ് ജസ്റ്റിസുമാരായ അഭയ് S. ഓക, ഉജ്ജ്വൽ ഭൂയാൻ എന്നിവർ അന്ന് വിശേഷിപ്പിച്ചത്. നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും ഞങ്ങൾ നിയമവിരുദ്ധമായി രേഖപ്പെടുത്തുമെന്ന മുന്നറിയിപ്പും കോടതി നൽകിയിരുന്നു. കുറ്റാരോപിതർ കുറ്റക്കാരാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. ആ ചുമതല കൂടി ഭരണനിർവഹണ സംവിധാനം ഏറ്റെടുക്കുന്നത് നിയമവാഴ്ചയുടെയും ഭരണഘടനാനുസൃതമായ അധികാര വിഭജനത്തിന്റെയും മരണമണിയാണ്. ഭരണകൂടത്തിന് ഏകപക്ഷീയമായി പൗരാവകാശങ്ങൾക്കുമേൽ ആക്രമണം നടത്താനുള്ള അധികാരമില്ല.
കുറ്റാരോപിതർക്ക് നിയമപ്രക്രിയയിലുള്ള അവകാശം, സ്വന്തം ഭാവം വിശദീകരിക്കാനും തൻ്റെ ന്യായം സ്ഥാപിക്കാനുമുള്ള പൗരാവകാശം, നിയമാനുസൃതമായ പ്രക്രിയയിലൂടെ നീതി നടപ്പാക്കുക എന്നിവയാണ് നിയമവാഴ്ച നിലനിൽക്കുന്നതിനായി ഭരണകൂടം പാലിക്കേണ്ടത്. ഇന്ത്യയിലെ എല്ലാ സർക്കാരുകൾക്കും ബാധകമാകുന്ന നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. ഇത് പാലിക്കാത്ത ഉദ്യോഗസ്ഥരെയും ഭരണ നേതൃത്വത്തെയും നിയമപരമായി ശിക്ഷിക്കണം. അശരണർക്ക് നീതിയാണ് ആവശ്യം, കേവല ചർച്ചയോ രാഷ്ട്രീയ പകപോക്കലോ അല്ല.